എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസവും ഈ വർഷത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയും ആയ ഈ ദിവസത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു കർത്താവ് കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും കൂടുതൽ ശക്തിപ്പെട്ട് അന്ത്യകാല ഉണർവിനു വേണ്ടി നമുക്കൊരുങ്ങാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 19-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് 1-2 ദിവസം നമ്മൾ ചിന്തിച്ചത്. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 3 മാസം യഹൂദന്മാരുടെ പള്ളികളിൽ കയറിയിറങ്ങി സമ്പാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട്, അതായത് എതിർത്തവരെ പോലും തെളിയിച്ച് അവസാനം എതിർത്തവർ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതാണ് സമ്മതിപ്പിച്ചു. സമ്മതിക്കാത്തവരെ പോലും സമ്മതിപ്പിക്കുന്ന വചനങ്ങളും വെളിപ്പാടുകളും കൊണ്ട് നിറഞ്ഞവനായിരുന്നു പൗലോസ്. സമ്മതിക്കാത്തവരെ പോലും സമ്മതിപ്പിക്കുന്ന പരമാർത്ഥതയിൽ നിന്ന് പുറത്തു വരുന്ന സുവിശേഷമായിരുന്നു പൗലോസിൻ്റേത്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഹൃദയം ദൈവത്തോട് നമുക്ക് ചോദിക്കാം. നാം അതുപോലെ ആയിത്തീർന്നാൽ സുവിശേഷം ശക്തിയോടെ ജനഹൃദയങ്ങളിലെത്തും. 9-ാം വാക്യം, എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. കുറെ പേര് കഠിനപ്പെട്ട് ഇതിന് എതിരെ എഴുന്നേറ്റപ്പോൾ പൗലോസ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ദേശം വിട്ടൊന്നും പോയില്ല. തുറന്നോസിൻ്റെ പാഠശാല, ഇന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാം. ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ സ്ഥലം റെന്റിനെടുത്തു, വാടകയ്ക്കെടുത്തിട്ട് നാളുകൾ അവിടെ ദൈവവചനം താൻ പഠിപ്പിച്ചു. ജനക്കൂട്ടങ്ങളെ ദൈവവചനം കൊണ്ട് നിറച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതെയാക്കിയവനാണ് പൗലോസ്. അത് തൻ്റെ ആരംഭകാലത്ത്. ഇപ്പോഴോ 3-ാം സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ട ആത്മീക അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ പൗലോസ് ഒരു ദിവസം പോലും വിടാതെ രാപ്പകൽ വീട് തോറും കവലകൾ തോറും ചന്തസ്ഥലങ്ങളിലും രാജാക്കന്മാരുടെ മുൻപിലും എന്നു വേണ്ട സമയത്തിലും അസമയത്തിലും ഒരുങ്ങി സുവിശേഷം അറിയിക്കുന്ന ഈ ദൈവഭൃത്യൻ പള്ളി വിലക്കിയപ്പോൾ, പള്ളി എതിർത്തപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി വാടകയ്ക്കെടുത്ത് അവിടെ ജനക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി രാപ്പകൽ പ്രസംഗിക്കുന്ന പൗലോസ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം 24 മണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് രാത്രി യൂത്തിക്കോസ് എന്ന ചെറുപ്പക്കാരൻ 3-ാം നിലയുടെ തട്ടിൽ നിന്ന് താഴെ വീണതും മരിച്ചതും പൗലോസ് അവനെ സൗഖ്യമാക്കി ജീവിപ്പിച്ചതും വീണ്ടും പൗലോസ് നേരം വെളുക്കുവോളം പ്രസംഗിച്ച് അവിടുന്ന് പുറപ്പെട്ടു പോയതും. ഇങ്ങനെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ പ്രസംഗിക്കുന്ന ഒരു തീഷ്ണതയുള്ള ദൈവ മനുഷ്യൻ. അദ്ദേഹം തുറന്നോസിന്റെ പാഠശാലയിൽ ആ ശുശ്രൂഷ ചെയ്തു. 10-ാം വാക്യത്തിൽ, അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. വെറുതെ കേൾക്കുകയല്ല, വിശ്വസിക്കുമാറ് കേൾക്കാനിടയായി. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലുണ്ട്, വിശ്വസിക്കുമാറ് സംസാരിച്ചു. ജനങ്ങളോട് പൗലോസ് സംസാരിക്കുന്നത് അവർക്ക് വിശ്വാസം ഉണ്ടാകും വരെ പ്രസംഗിച്ച് കളയും. എനിക്ക് തിരക്കാണ്, 1 മണിക്കൂറേ ഉള്ളൂ എന്നുള്ള ഇന്നത്തെ പ്രോഗ്രാമൊന്നുമില്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ, സുവിശേഷ പ്രസംഗങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ കുറേ പാട്ടുകൾ ഓരോരുത്തർ, ഇനി നമുക്കൊരു പാട്ട് പാടാം,
ഇനി ഇന്നയാൾ വന്നൊരു പാട്ട് പാടും, പിന്നെ സ്തോത്ര കാഴ്ച എടുക്കും, പിന്നെ അനൗൺസ്മെൻറ്റുകൾ, പിന്നെ അധ്യക്ഷ പ്രസംഗം. കഷ്ടപ്പെട്ട് ദൂരെ നിന്ന് വന്ന ദൈവദാസന് 3/4 മണിക്കൂർ കൊടുത്താലായി. അതും വേറെ ആരെങ്കിലും ഇതിന് പൈസ മുടക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് നന്ദി പറയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സമയം വീണ്ടും കവർന്നെടുക്കും. എന്നിട്ട് പറയും, ജനങ്ങൾക്ക് 8:45 പോകണം. അതാണ് ഇന്നത്തെ പെരുന്നാൾ പ്രസംഗങ്ങൾ. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗം ഹൃദയപരമാർത്ഥതയിൽ നിന്ന് വന്നതുകൊണ്ട് ആ പ്രസംഗങ്ങളിൽ പ്രോഗ്രാമില്ലായിരുന്നു. അത് പൗലോസ് തന്നെ വില കൊടുത്ത് വില മുടക്കി പണം മുടക്കി നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് അതിനെ 1 മണിക്കൂറൊന്നും ആർക്കും പറയാൻ പറ്റില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ ടൈം പ്രസംഗമാണ്. ജനങ്ങൾ രാപ്പകൽ വരികയാണ്. ഏഷ്യയിലുള്ള എല്ലാവരെയും സുവിശേഷം അറിയിക്കത്തക്ക രീതിയിൽ ഉള്ളൊരു പ്രത്യേക സ്ഥലത്താണ്, ഒരു സിറ്റിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ, ആസിയയിലുള്ള ജനങ്ങൾ മുഴുവനും, യഹൂദന്മാരും യവനന്മാരും വചനം കേൾക്കാൻ ഇടയായി തീർന്നു. അതിനുവേണ്ടി എന്ത് ചെയ്തു? ശിഷ്യന്മാരെ അതിനുവേണ്ടി വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാല അദ്ദേഹം കുറേ നാളത്തേക്ക്, 2 വർഷത്തേക്ക്, ഈ 2 വർഷമൊക്കെ എങ്ങനെ പ്രസംഗിക്കുന്നു നമുക്ക് തന്നെ തോന്നുമല്ലേ? ഒരു ചർച്ചിൽ 3 ദിവസം ഓരോ മണിക്കൂർ വെച്ച് പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റർമാർക്ക് ഈ കാലത്ത് ഭയങ്കര പേടിയാ. ഇനി എന്നാ പറയാനാ? ഒരു ദിവസം അബ്രഹാം, ഏലിയാവ്, ഏലീശ ഇങ്ങനെ മാറി മാറി പറഞ്ഞ കുഴപ്പമില്ല. ഇത് യേശുവിനെ കുറിച്ച് തന്നെ എന്നാ പറയാന്? അതാണ് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് യേശു പറഞ്ഞില്ലേ? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് തയ്യാറാക്കിയ പ്രസംഗമല്ല, പഠിച്ചുണ്ടാക്കിയ പ്രസംഗമല്ല. 5000 പ്രസംഗക്കുറിപ്പ്, 1500 പ്രസംഗക്കുറിപ്പ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പ്രസംഗ കുറിപ്പിൽ നിന്നുണ്ടാക്കിയ പ്രസംഗങ്ങളല്ല. ഇത് കണ്ണുനീർ പ്രാർത്ഥനകളിൽ നിന്ന്, ആത്മഭാരത്തിൽ നിന്ന്, ദൈവിക ദർശനത്തിൽ നിന്ന്, ദൈവിക നിയോഗത്തിൽ നിന്ന് ചാടി പുറപ്പെടുന്ന ജീവജല നദികളാണ് ഈ പ്രസംഗങ്ങൾ. ഇന്നത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണം, ഇങ്ങനെയും ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയും. ആസിയയിലുള്ള എല്ലാവരും, യഹൂദന്മാരും യവനന്മാരും എല്ലാം ദൈവവചനം കേൾപ്പാൻ ഇടയായി തീർന്നു. 2 വർഷം. ഇന്ന് വന്നവർക്ക് നാളെ വരാൻ ബോറടിക്കില്ല. കാരണം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തന്നെ ഈ ആഴ്ച പറഞ്ഞത്. ഒരു വാക്യത്തിൽ നിന്ന് ഇത്രയും പറയാനുണ്ടോ? എനിക്കിന്നും ഓർമ്മയുണ്ട്, ബാംഗ്ലൂർ ബദേലേജി ചർച്ച് വളർന്ന സമയത്ത് പാസ്റ്റർ എം എ വർഗീസ് 1991 ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന ആ കാലയളവിൽ പാസ്റ്ററിനൊരു പ്രസംഗം. അതിതായിരുന്നു, യോഹന്നാൻ 7:37-38 ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതിൽ നിന്ന് നിൽക്കുന്ന യേശു എന്ന് തുടങ്ങിയിട്ട് ഉൽപ്പത്തിയിൽ നിന്ന ദൈവം, വെളിപ്പാട് വരെയും ഓരോ അധ്യായത്തിലും ഓരോ വ്യക്തികളുടെ അടുക്കൽ നിന്ന ദൈവം. ഉദാഹരണത്തിന് 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ, അപ്പോൾ യഹോവ വന്നു നിന്നു മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ആ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ അഭിഷേകം പ്രാപിക്കും. വെറും 70 പേരിൽ കിടന്നിരുന്ന സഭ 750 പേരായിട്ട് വർദ്ധിച്ചു. നിൽക്കുന്ന യേശു ഒറ്റ പ്രസംഗമാണ്. എവിടെ നിന്ന് ഇത് വരുന്നത്? അത് പൗലോസിന് മാത്രമല്ല, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഞാനിത് സംസാരിക്കുന്നത് ദൈവജനത്തോടാണ്. 95% ദൈവജനമാണ് ഇത് കേൾക്കുന്നത്. നിങ്ങൾ വർഷങ്ങളായിട്ട് കർത്താവിനെ
സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിലുള്ളവരാണ്. നിങ്ങളിനി സാധാരണ ഒരു ജീവിതം നയിക്കരുത്. നിങ്ങൾ പ്രസംഗിക്കണം. പ്രസംഗം ഒരിക്കലും ലോകമനുഷ്യനെ പോലെ ഉള്ള പ്രസംഗമല്ല ഇത്. പ്രസംഗ കലയാണ് അവരുപയോഗിക്കുന്നത്. സുകുമാർ അഴീക്കോട് കേരളത്തിലെ നല്ല പ്രഭാഷകന്മാരിൽ ഒരാളായിരുന്നു. പല രാഷ്ട്രീയക്കാരുടെ പ്രസംഗം നമ്മൾ ഇരുന്ന് കേട്ടുപോകും, നല്ലതാണെന്ന് പറയും. എന്നാൽ സുവിശേഷ പ്രസംഗം കേട്ട ഉടനെ ഹൃദയത്തിൽ കുത്തുകൊള്ളും, രൂപാന്തരമുണ്ടാകും, ജീവിതം മാറും. ജീവിതം മാറ്റുന്ന സുവിശേഷ കല എന്ന് പറയാൻ പറ്റില്ല. ജീവിതം മാറ്റുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ഈ ലോകത്തിൽ കേൾക്കുന്ന പ്രസംഗം മുഴുവനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതാണ്. എന്നാൽ സുവിശേഷം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. സന്ധി മജ്ജകളെ പ്രാണനെയൊക്കെ വേർപിടിവിക്കുമെന്ന്. ദേഹം, ദേഹി, ആത്മാവ് 3 ഇടങ്ങളിലോട്ടും ഈ വചനം ഇറങ്ങിച്ചെല്ലുമെന്ന്. ശരീരത്തിലിറങ്ങി വന്നാൽ സൗഖ്യമാവും, മനസ്സിലിറങ്ങി വന്നാൽ ഡിപ്രഷനുകൾ മാറും, ആത്മാവിലേക്ക് കയറി വന്ന് പുതിയ സൃഷ്ടിയാകും. ഇരുവായി തലയുള്ള വാള്, അവൻ്റെ വായിൽ നിന്ന് വാൾ പുറപ്പെടുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ലേ? വചനം. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടേണ്ടത് ദൈവ വചനമാണ്. പൗലോസിന്റെ വായിൽ നിന്ന് 2 വർഷം എഫെസോസിൽ നിന്നുകൊണ്ട് അദ്ദേഹം തുറന്നോസിന്റെ പാഠശാലയിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുകയാണ്. നാട് മുഴുവനും വചനം കൊണ്ട് നിറച്ച മനുഷ്യൻ. ഈ ഉപദേശം കൊണ്ട് ഭൂമിയെ മുഴുവനും നിറക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ, ഒരു ചെറിയ മനുഷ്യൻ, ഒരു കുറിയ മനുഷ്യൻ. സുവിശേഷം തലക്ക് പിടിച്ചവനല്ല, സുവിശേഷം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സുവിശേഷം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന, ഏത് മനുഷ്യനെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഹൃദയപൂർവ്വം സംസാരിക്കുന്ന മനുഷ്യൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ചൂടുപിടിക്കണം. ഇങ്ങനൊരു സുവിശേഷീകരണം, ഇങ്ങനൊരു ശുശ്രൂഷ, അതിനുവേണ്ടി പലരും രംഗത്ത് വരണം. ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് ഒത്തിരി പേരെ വിളിച്ച് അവിടെ ഇരുത്തി വചനം പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടാ? ഓഫീസുകൾ സ്വന്തമായിട്ടുള്ളവരില്ലേ? സുവിശേഷത്തിന് വേണ്ടി ഒരു മുറി എന്തുകൊണ്ട് വേർതിരിച്ചുകൂടാ? മറ്റുള്ളവർ, പൗലോസ് അവരോട് സംവാദിക്കാനും തയ്യാറാണ്. വിവാദങ്ങൾക്ക് വേണ്ടി വരുന്നവരോടും നേരിടാൻ തയ്യാറാണ്. വേദപുസ്തകവുമായി നല്ല പരിചയവും ഹൃദയപൂർവ്വമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതവും ഉണ്ടെങ്കിൽ ഒത്തിരി പേരെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വചനം കൊണ്ട് നിറക്കുവാൻ നമുക്ക് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 6 വായിക്കുന്ന പോലെ വചനം പരന്നു. ഇതുപോലെ വചനം കൊണ്ട് നിറച്ച് ജനങ്ങളെ സൗഖ്യമാക്കാൻ, വിടുവിക്കുവാൻ, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം ഈ വചനത്തിലൂടെ അനുഭവിക്കാൻ നമ്മെ കർത്താവ് ഉപയോഗിക്കട്ടെ. അടുത്ത ദിവസമൊക്കെ ഇതൊരു റിവൈവലിലേക്ക് വരുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൗലോസിന്റെ ആ പരമാർത്ഥതയാണ് റിവൈവൽ കൊണ്ടുവന്നത്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം പിന്നീട് നമ്മൾ കാണുന്ന ഭയങ്കര റിവൈവലാണ്. ഒന്നും കണ്ടില്ലെങ്കിലും ഉള്ളത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയാണ് റിവൈവൽ ആരംഭിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം. ഈ ആഴ്ചയിൽ ദൈവം നമുക്ക് ഇങ്ങനെ അവസരം തന്നില്ലേ? നന്ദിയോടെ നമുക്ക് ഈ സുവിശേഷത്തിന് വേണ്ടി പരമാർത്ഥമായി നിൽക്കാം. ജനങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വിശ്വസിക്കാം. നമ്മുടെ വീട് ഈ നന്മ സുവിശേഷിക്കുന്ന കാല് എത്ര മനോഹരമെന്നാണ്. നമ്മുടെ കാല് കുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, ദൈവശക്തി കൊണ്ട് നിറയട്ടെ. ഇവരാരോടൊക്കെ വചനം പറയുന്നവരെല്ലാം വിടുതൽ പ്രാപിക്കട്ടെ. ക്രിസ്തു ജനത്തിൻ്റെ ഉള്ളിൽ വരട്ടെ. ക്രിസ്തുവിൽ തികഞ്ഞ വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇത് കേട്ട ഓരോ വ്യക്തികളും ശക്തരും ശ്രേഷ്ഠരുമായി മാറട്ടെ. അപ്പല്ലോസുമാരെയും തിമോത്തിയോസുമാരെയും ശീലാസുമാരെയും ഒക്കെ
എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ ഇനിയും ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്നവരൊക്കെ ആത്മബലമുള്ളവരും വചന നിറവുള്ളവരുമായി തീരട്ടെ. കർത്താവെ, കേൾക്കുന്നവർ സൗഖ്യമാകണം, വിടുതൽ പ്രാപിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഈ ആഴ്ച, ഈ വർഷത്തിൻ്റെ ആദ്യ ആഴ്ച നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ കൃപ തന്നല്ലോ. നമുക്ക് തുടരാം. നാളെ ഈ വർഷത്തിലെ ആദ്യത്തെ സൺഡേ സർവീസാണ്. രാവിലെ 8 മണിക്കാണ്. കടന്നു വരണം. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഈ വർഷത്തെ ഒരു സഭായോഗം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ഓരോ കുടുംബങ്ങളും തീരുമാനിക്കണം. നിങ്ങൾ ആലപ്പുഴയിൽ, കേരളത്തിലുണ്ടെങ്കിൽ ആലപ്പുഴയിൽ വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ലോക്കൽ ചർച്ച്, ആ ചർച്ചിലേ പോകാവൂ. നിങ്ങൾ IPC ചർച്ചിലാണോ, IPC ചർച്ചിൽ പോകണം. അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭകളാണ്. പുതിയ സഭകളുണ്ട്, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. കർത്താവിന് സഭ മാത്രമേ ഉള്ളൂ. മനുഷ്യരിങ്ങനെ പറയുന്നതാണ്. എവിടെയാണോ ഒരു അഭിഷേകത്തിൽ നിറഞ്ഞ, അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കുന്ന, ഉപദേശ പിശകില്ലാത്ത ബൈബിൾ പ്രകാരമുള്ള സഭയിൽ നിങ്ങൾ പോകണം. ആ സഭയിലെ പാസ്റ്റർക്ക് വിധേയപ്പെട്ട് നിൽക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ല, നിങ്ങൾ ഒരു സഭയിലും പോകാത്തവരാണോ, പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ട് നിങ്ങൾക്ക് തുടരാം. നാളെ രാവിലെ 8 മണിക്കാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഞങ്ങൾക്ക് തന്ന എല്ലാ കൈത്താങ്ങലിനും നന്ദി. ഗോഡ് ബ്ലെസ് യു. എല്ലാ പുകളും എല്ലാ കനവും എന്നിൽ അസാധ്യം ചെയ്തവർക്കേ എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്കേ എല്ലാ പുകളും എന്നിൽ അസാധ്യം ചെയ്തവർക്കേ എല്ലാ തുതിയും എല്ലാ ഉയർവും എന്നിൽ നിലവരമാനവർക്കേ എനിക്കായി നിൽക്കും യേശുവുക്ക് എനിക്കായി പേസും യേശുവുക്ക് എനിക്കായി നിൽക്കും യേശുവുക്ക് എനിക്കായി പേസും യേശുവുക്ക് അസാധ്യങ്ങൾ സാധ്യമേ ദേവാവുന്ന വാർത്തയാലേ അസാധ്യങ്ങൾ സാധ്യമേ ദേവാവുന്ന വാർത്തയാലേ അസയാத மலை கூட அசைந்திடுமே அமராத புயல் கூட அமர்ந்திடுமே அசையாத மலை கூட அசைந்திடுமே அமராத புயல் கூட அமர்ந்திடுமே எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே
கை மீறி போனதெல்லாம் உன் கரத்தா எത്ര പേർ വിശ്വസിക്കുന്നു? എൻ കൈ மீறி போனதெல்லாம் உன் கரத்தா சாத்தியமே. என் கரம் தவறிய இழந்ததெல்லாம் உன் கரம் தவறாமல் மீட்டிடுமே. என் கரம் தவறிய இழந்ததெல்லாம் உன் கரம் தவறாமல் மீட்டிடுமே. எல்லா புகழும் எல்லா கரமும் என்னில் அசாத்தியம் செய்பவர். ஆமென். எல்லா ஸ்துதியும் எல்லா உயர்வும் என்னில் நிறைவானவர். எல்லா புகழும் எல்லா கரமும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிறைவானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் ഒന്നുകൂടെ എൻ കൈ മീറി, എൻ കൈ മീറി போனதெல்லாம் உன் கரத்தால் சாத்தியமே. என் கை மீறி போனதெல்லாம் உன் கரத்தால் சாத்தியமே. என் கரம் தவறிய இழந்ததெல்லாம் உன் கரம் தவறாமல் மீட்டிடுமே. என் கரம் தவறிய இழந்ததெல்லாம் உன் கரம் தவறாமல் எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிறைவானவர்க்கே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிறைவானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசு. அசையாத மலைக்குள் அசைந்திடுமே. ചേർന്ന് അമരാத പുയൽ കൂട അസയാതെ അമരാത പുയൽ അസയാതെ മലൈക്കൂട അസൈ